ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ നിക്കാഹ് ബുക്ക്ലെറ്റിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ നിക്കാഹ് ബുക്ക്ലെറ്റ് എങ്ങനെയാണ് റാപ്പ് ചെയ്യുക ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. റാപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്തിട്ടുള്ള ബുക്ക്ലെറ്റ് വേറെയാണ്, ഇതിൽ ചെയ്യുന്നത് നമ്മൾ വേറെയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പ്രീമിയം ബുക്ക്ലെറ്റാണ്. ഇതിന് നമുക്ക് കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണ്. മറ്റത് നമ്മൾ സിമ്പിൾ സാധാ ഒരു ബുക്ക്ലെറ്റാണ്, നോർമലായിട്ടുള്ള ബുക്ക്ലെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം ലൈനിങ് റാപ്പ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു നെറ്റ് പീസും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നെറ്റ് ക്ലോത്ത് ഇതിൻ്റെ മുകളിൽ വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നെറ്റ് ക്ലോത്ത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു നെറ്റ് ഫാബ്രിക്കുമ്പോഴുള്ള ഫ്ലവേഴ്സിന് മാത്രമേ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നെറ്റ് വരുന്ന ആ ഒരു ഭാഗത്തൊന്നും അപ്ലൈ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമ്മൾ ആ ഒരു ഗ്ലൂ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ എടുത്ത് കാണിക്കും. അപ്പോൾ അതൊരു വൃത്തിയില്ലാതെ നീറ്റ്നെസ് തോന്നിക്കില്ല കേട്ടോ. അപ്പോൾ ആ ഒരു അതിൽ കൊടുത്തിട്ടുള്ള വർക്കുകളിൽ മാത്രം നമ്മൾ ഗ്ലൂ ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതേപോലത്തെ 2 ടെക്സ്ചർ പ്രിൻറ്റ്സ് ആണ് കേട്ടോ. രണ്ടും A4 സൈസിലാണ് നമ്മൾ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്നിൽ നമ്മൾ ബാറക്കല്ലാഹു ലക്കുമ്മ ബാരിക്ക അലൈക്ക എന്നുള്ള കോഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ നെയിം നമ്മൾ കട്ടൗട്ട് ആക്കിയിട്ട് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അതും കൂടെ സ്റ്റിക്ക് ചെയ്തിട്ട് പിന്നെ കുറച്ച് ഒരു തമ്പ് സൈൻ ചെയ്യാനുള്ള തമ്പും കൂടെ അവിടെ ഒട്ടിക്കണം കേട്ടോ. പിന്നെ മറ്റേ സൈഡിലുള്ളത് അവരുടെ നെയിം വെച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്. അടിയിൽ സൈൻ ചെയ്യാനുള്ള ഒരു ലൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പോർഷനിൽ ഈ ഒരു പേപ്പറാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. മറ്റു സൈഡിൽ ആ ഒരു സൈൻ ചെയ്യാനുള്ള പേപ്പറും നമ്മൾ സർട്ടിഫിക്കറ്റും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡബിൾ സൈഡ് ടേപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ ഫുള്ളായിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ബാക്കിൽ ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കുക കേട്ടോ. 2 സർട്ടിഫിക്കറ്റിലും ഇതേപോലെ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഒരു ഗോൾഡൻ കളർ പേപ്പറും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അത് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ. A4 സൈസിലാണ് അതുണ്ടാവുക. കുറച്ച് കട്ടിയുള്ളൊരു പേപ്പറാണ് കേട്ടോ. ആ ഒരു പേപ്പറാണ് നമ്മളിതിൻ്റെ നടുവിൽ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു പേപ്പർ. ഇതൊരു കുറച്ചൊക്കെ ഒരു നല്ല നോട്ട്ബുക്കിൻ്റെ ചട്ടൻ്റെ ഒക്കെ പോലത്തെ ഒരു കട്ടിയുള്ളൊരു പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിന്ന് നമുക്കൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് A4 സൈസിൻ്റെ അതേ ലെങ്ത്ത് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. ഈ ഒരു നിക്കാഹ് സർട്ടിഫിക്കറ്റിൻ്റെ അതേ ലെങ്ത്ത് ആക്കിയിട്ട് എടുക്കുക. വീതി 2 സൈഡിലേക്കും ഒരു 2.5 ഇഞ്ച് വരുന്ന ആ ഒരു രീതിയിൽ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ നമ്മൾ ആ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ നടുവിൽ നമ്മൾ ബ്ലേഡ് വെച്ചിട്ട് മൂർച്ചയില്ലാത്ത ഭാഗം വെച്ചിട്ട് ചെറുതായിട്ടൊരു വര ഇട്ട് കൊടുത്താൽ നമുക്കത് നല്ല രീതിയിലൊന്ന് മടക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ നടുവിൽ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പേപ്പർ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മളിത് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് ചിലപ്പോൾ അത് ബുക്ക്ലെറ്റ് ക്ലോസ് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അത് നല്ല രീതിയിൽ കിട്ടൂല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫുള്ളായിട്ട് അങ്ങോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കരുത്. ആദ്യം ചെറിയ രീതിയിലൊന്നിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ബുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിലാണോ വരുന്നത് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അത് സ്റ്റിക്ക് ചെയ്തെടുക്കുക കേട്ടോ. പിന്നീട് നമ്മൾ നേരത്തെ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റൊക്കെ 2 സൈഡിലും നല്ല കറക്റ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ദെൻ നമ്മളിവിടെ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് കട്ടൗട്ട് പ്രിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടൗട്ട് എങ്ങനെയാണ് പ്രിൻ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത് നമ്മളെ അടുത്തുള്ള ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ അന്വേഷിച്ചാൽ ചിലപ്പം അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ പ്രിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റായിട്ട് ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ നെയിമും പിന്നെ അവർക്ക് തമ്പ് ചെയ്യാനുള്ള ആ ഒരു ഷേപ്സും കാര്യങ്ങളൊക്കെ കേട്ടോ.
ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അത് എവിടെയാണ് വെക്കേണ്ടതെന്നുള്ള സ്പേസ് ആദ്യം കണ്ടെത്തണം കേട്ടോ. എന്നിട്ട് ആ ഒരു സ്പേസിൽ നമ്മൾ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നല്ല ശ്രദ്ധിച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ. ഗ്ലൂ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയാൽ ആ ഒരു ഫിനിഷിങ് പോകും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു കട്ടൗട്ട് നമ്മൾ സൈസ് പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ചാണ് അവർ പ്രിൻ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു A4 സൈസിൽ നമ്മുടെ സ്കെയിൽ വെച്ചിട്ടൊക്കെ ഒന്ന് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഒരു സൈസൊക്കെ കിട്ടും. ആ ഒരു സൈസ് അവിടേക്ക് പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ബുക്ക്ലെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ ക്യാൻവയിൽ എഡിറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കുക എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ ആക്കി ഇടാം കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് വേണ്ടി വരുമല്ലോ. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോ ആക്കി ഇടാം കേട്ടോ. അപ്പോൾ കട്ടൗട്ട് നമ്മൾ ഉള്ളിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തത്തെ കട്ടൗട്ടും കൂടെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ കട്ടൗട്ട്സൊക്കെ നമുക്ക് മോഡൽ വേണമെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് കണ്ടെത്തിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ പുറത്ത് ഈ ഒരു ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും നെയിം എഴുതിയിട്ടുള്ള ഒരു കട്ടൗട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് അവരുടെ വെഡ്ഡിങ് ഡേൻ്റെ ഒരു ഡേറ്റും കൂടെ ചെറിയൊരു കട്ടൗട്ടും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സംഭവം കൂടെ അടിയിൽ, ഇതിൻ്റെ നേരെ അടിയിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. കട്ടൗട്ടുകളൊക്കെ ഏത് മോഡലിൽ ഏത് രീതിയിൽ എവിടെ സ്റ്റിക്ക് ചെയ്യണമെന്നൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം. പിന്നെ കസ്റ്റമേഴ്സ് പറയുന്നതിനനുസരിച്ച് അവരുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരു വേറൊരു മോഡലാണ്. നമ്മൾ വേറെ ഐറ്റംസൊക്കെ ചെയ്യലുണ്ട്. ഈ ഒരു 4 സൈഡിലും ട്രയാങ്കിൾ ഷേപ്പിലുള്ള കട്ടൗട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നെറ്റ് ഫാബ്രിക്കിൽ നല്ല വർക്ക് വരുന്നതുകൊണ്ടാണ് നമ്മൾ അത് ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സിമ്പിളായിട്ടുള്ളത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇത് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിൽ വെഡ്ഡിങ് ഡേൻ്റെ ചെറിയൊരു കട്ടൗട്ടും കൂടെ വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നീട് ബുക്ക്ലെറ്റിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കട്ടൗട്ടിൻ്റെ മുകളിൽ ചെറിയൊരു കവർ ഉണ്ടാവും കേട്ടോ. ആ ഒരു കവർ നമ്മൾ മെല്ലനെ അങ്ങനെ റിമൂവ് ചെയ്തെടുക്കുക. ഫസ്റ്റ് തന്നെ അത് റിമൂവ് ചെയ്തെടുക്കരുത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്ലേസിങ് ഒക്കെ നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമ്മൾ പാക്ക് ആക്കുന്നതിന് മുന്നേ മാത്രം ഈ ഒരു ഇതിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു കവറ് ഇങ്ങനെ മെല്ലെ പറിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വലിയ തല്ല് നടക്കാം കേട്ടോ. അതാണിപ്പോൾ മകൾ പറിച്ചെടുക്കുന്നത് കാണുന്നത്. അപ്പോൾ അതാ നമ്മുടെ നിക്കാഹ് ബുക്ക്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സൈൻ ചെയ്യാനുള്ള പെന്നും അതേപോലെ ഒരു സ്റ്റാമ്പ് പാഡും കൂടെ വേണം കേട്ടോ, തമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നിക്കാഹ് പെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു നിക്കാഹ് പെന്ന് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുക എന്നുള്ള വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ ബ്രൈഡും ഗ്രൂമും സൈൻ ചെയ്യുന്നതും തമ്പ് ചെയ്യുന്നതൊക്കെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് പോണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.